മുൻ IAS ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥൻ കോൺഗ്രസിൽ ചേരുകയാണ്. ASC ആസ്ഥാനത്തെത്തി സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നിന്നും അംഗത്വം സ്വീകരിക്കുന്ന ചടങ്ങ് തുടങ്ങിയാണ്. ജമ്മുകശ്മീരിന്റെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ച് സർവീസിൽ നിന്ന് തന്നെ രാജിവെച്ച IAS ഉദ്യോഗസ്ഥനാണ് കണ്ണൻ ഗോപിനാഥൻ. ചടങ്ങ് തുടങ്ങിയാണ്. KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ഇരിക്കുന്നു. നരേന്ദ്രമോദിയുടെ നയങ്ങൾക്കെതിരെ പരസ്യ പ്രതിഷേധങ്ങളിലൂടെയും പ്രതികരണങ്ങളിലൂടെയും ശ്രദ്ധേയനായ IAS ഉദ്യോഗസ്ഥനാണ് കണ്ണൻ ഗോപിനാഥൻ. അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു. ചടങ്ങുകൾ തുടങ്ങുകയാണ്. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹം സിവിൽ സർവീസിൽ നിന്നും തന്നെ രാജിവെച്ചിരുന്നത്. ചടങ്ങ് തുടങ്ങിയാണ്. जिस सर्विस में जमीर से ज्यादा ओबीडियंस को महत्व दिया जाता है, उस सर्विस में जब आवाज उठाना लगभग असंभव था, कश्मीर में इन्होंने जब वहां 5 अगस्त 2019 को जिस तरह से निर्णय लिए गए, स्टेट को यूटी बना दिया गया, ആർട്ടിക്കിൾ 370 അദ്ദേഹം രാജിവെച്ചിരുന്നത്. ശേഷം വിരുദ്ധ പ്രക്ഷോഭങ്ങളിലും മറ്റു ജനകീയ സമരങ്ങളിലുമൊക്കെ അദ്ദേഹം സജീവമായിരുന്നു. ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിലേക്ക് തന്നെ പ്രവേശിക്കുകയാണ് കോൺഗ്രസിൽ ചേർന്നുകൊണ്ട് കണ്ണൻ ഗോപിനാഥൻ. നോബൽ വാരിക്കാരനുണ്ട്. നോബൽ ചടങ്ങുകൾ തുടങ്ങുകയാണ്. ASC ആസ്ഥാനത്ത് വലിയ ചടങ്ങായിട്ട് തന്നെയാണ് കണ്ണൻ ഗോപിനാഥിന്റെ രാഷ്ട്രീയ പ്രവേശം വരുന്നത്. അദ്ദേഹം മോദി സർക്കാരിനെതിരെ, മോദിയുടെ നയങ്ങൾക്കെതിരെ പരസ്യമായി പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്ത ശേഷം IAS കുപ്പായം അഴിച്ചുവെച്ച വ്യക്തിയാണ്. അങ്ങനെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി അദ്ദേഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്താണ് നമുക്ക് ചടങ്ങുമായി ബന്ധപ്പെട്ട് നൽകാവുന്ന വിവരങ്ങൾ? ആരൊക്കെയുണ്ട് വേദിയിൽ? സ്മൃതി, കണ്ണൻ ഗോപിനാഥൻ അദ്ദേഹം മുൻ IAS ഉദ്യോഗസ്ഥനാണ്. പല ഘട്ടങ്ങളിലും കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ച ഒരാൾ കൂടിയാണ്. പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലെ പ്രത്യേക പദവി 370 എടുത്തു കളഞ്ഞ ഘട്ടത്തിലും ഒപ്പം CAA അടക്കമുള്ള കാര്യങ്ങളിലും നോട്ട് നിരോധനം അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ നിരന്തരം കേന്ദ്ര സർക്കാരെ വിമർശിച്ച് വലിയ തരത്തിൽ പ്രതിരോധത്തിൽ ആക്കിയിട്ടുള്ള ഒരു മുൻ IAS ഉദ്യോഗസ്ഥനാണ്. അതിനുശേഷം അദ്ദേഹത്തിന് രാജിക്കത്ത് അദ്ദേഹം കേന്ദ്ര സർക്കാർ നൽകിയ സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് ദാദ്ര ഹവേലിയുടെ പവർ സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ പല ഘട്ടങ്ങളിലും പ്രളയം അടക്കമുള്ള സമയങ്ങളിലൊക്കെ വന്ന് പ്രവർത്തിച്ച പരിചയമൊക്കെ ഉണ്ട്. അതാണെങ്കിലും സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തുകയാണ് കണ്ണൻ ഗോപിനാഥൻ. കോൺഗ്രസിലേക്കാണ് പ്രവേശനം നടക്കുന്നത്. കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം കേരളത്തിലൊക്കെ നടക്കാൻ പോകുന്ന സമയത്താണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വം എന്തായാലും കോൺഗ്രസിൽ അംഗത്വം സ്വീകരിക്കുന്നത്. സ്വാഭാവികം കോൺഗ്രസിന് പല ഘട്ടങ്ങളിലും ഉപയോഗിക്കാൻ പോകുന്ന, പല രീതിയിലും ഉപയോഗിക്കാൻ പോകുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് കണ്ണൻ ഗോപിനാഥൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോട്ടയം സ്വദേശിയാണ്, അത്തരത്തിൽ മലയാളി കൂടിയാണ് എന്ന് പ്രധാനപ്പെട്ടത്. എന്താണെങ്കിലും കണ്ണൻ ഗോപിനാഥൻ കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായി വിമർശനം ഉന്നയിച്ചിരുന്ന, കേന്ദ്ര സർക്കാരിനെ എക്കാലത്തും എതിർത്തുകൊണ്ടിരുന്ന ഒരു മുൻ ഉദ്യോഗസ്ഥൻ, ഒരു IAS ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഭാഗമാകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ ഏത് തരത്തിലായിരിക്കും കണ്ണൻ ഗോപിനാഥിന്റെ പ്രവർത്തനം എന്നടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി പിന്നീട് വ്യക്തമാക്കും എന്നാണ് അറിയുന്നത്. പ്രധാനമാണ്. അദ്ദേഹം കോട്ടയം കൂരപ്പുഴ സ്വദേശിയാണ്. അപ്പോൾ കേരളത്തിലാണോ അദ്ദേഹം സജീവമാകുക എന്ന ചോദ്യം കൂടിയുണ്ട്. KC വേണുഗോപാൽ സംസാരിക്കുന്നു. His joining in the Congress party is giving a clear-cut message that Congress party is the only party who is fighting for the justice for this country, and the ideology of the Congress is very clear. That's why Kannan Gopinathan also party in the National Congress Party. I don't want to take much of his time. He resigned in 2019 from civil service, but he is now telling so far his resignation is not at all accepted. Still, he is a bureaucrat. Bureaucrats nowadays
those who are fighting for the justice, fighting for marginalized people are penalized by the system. Whether it is in Haryana, whether it is in Madhya Pradesh, we are witnessing everywhere. Even Chief Justice of India is also not spared. Therefore, I think this is the time to rise to fight against this divisive agenda. That's why Kannan Gopinathan's entry to the Congress will be a welcome step. He already met Honorable Congress President Mallikarjuna Kharge ji, and he also met Leader of Opposition Rahul Gandhi ji. Both of them are told him to join Congress, and he is now joining into Congress. Wholeheartedly, we are welcoming Kannan Gopinathan to the Congress party. Thank you. കണ്ണൻ ഗോപിനാഥൻ കോൺഗ്രസ് അംഗത്വം സ്വീകരിക്കുകയാണ്. KC വേണുഗോപാൽ അംഗത്വം നൽകുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. കണ്ണൻ ഗോപിനാഥൻ IAS നിന്നും രാജിവെച്ച് ഒരു മാസത്തിനു ശേഷം മറ്റു IAS ഉദ്യോഗസ്ഥൻ ശശികാന്ത് സെന്തിലും സർവീസിൽ നിന്ന് രാജിവെച്ചിരുന്നു. പിന്നീട് ശശികാന്ത് സെന്തിൽ കോൺഗ്രസിൽ ചേർക്കുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ തിരുവള്ളൂർ മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതേ വഴിയിലേക്കാണോ കണ്ണൻ ഗോപിനാഥനും? അങ്ങനെയെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എവിടെയെങ്കിലും സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യവുമുണ്ട്. ऐसा शख्स कांग्रेस में आया है जो दिल से काम करता है. मैं अब कन्नन गोपीनाथन जी से आग्रह करूंगा कि वो अपने विचार आपके सामने रखें. കണ്ണൻ ഗോപിനാഥൻ സംസാരിക്കാൻ പോകുന്നു. सबसे पहले सबको धन्यवाद यहाँ पे आने के लिए. और कांग्रेस पार्टी ज्वाइन करने का जो निर्णय था वो 19 में रिजाइन किया. उस वक्त एक चीज क्लियर था कि देश में जो सरकार जिस दिशा में देश को लेके जाना चाहता है वो सही दिशा नहीं है, वो गलत है. वो गलत क्या है वो क्लियर था, और गलत के खिलाफ लड़ना है ये भी क्लियर था. पर ऑल्टरनेटिव क्या है वो उस जर्नी तक पहुंचने में मुझे खुद भी क्लैरिटी की जरूरत थी. तो कई सारे 80-90 जिलों में घूमे, ट्रैवल किए, लोगों से बात किया, कई सारे लीडर्स से मिले. तब ये क्लियर हुआ कि जिस दिशा में देश को मैं चाहता हूं कि चले वो कांग्रेस पार्टी लेके जा सकती है, और कांग्रेस की आइडियोलॉजी उसमें आगे लेके जा सकते हैं. सपना क्या है? जहां पे हर नागरिक अपना उनको अधिकार मिले, अपना सपना देख पाए, वो सपना पूरा करने का कोशिश कर पाए, उसमें सरकार उनका मदद करे, और अगर नहीं करे तो उसी सरकार से सवाल पूछने का उनका हक हो. सिर्फ सपना देखना एक नागरिक वो नहीं है. अगर सपना पूरा करने में सरकार क्यों नहीं उनकी मदद करते हैं, वो उसके सवाल पूछना भी जो एक नागरिक का अधिकार है. जो 2014 से मैंने जो नोटिस किया वो एक चीज थी कि हम बहुत मुश्किल से प्रजा से नागरिक बने थे. कई सारे राजा पहले भी थे. प्रजा से हम नागरिक बने क्यों? क्योंकि प्रजा सवाल नहीं पूछ सकते थे. सवाल पूछे तो तुरंत राष्ट्रद्रोही या राज्य के खिलाफ बोलने वाले ऐसे माने जाते थे. तो पहली बार हम बहुत मुश्किल से सवाल पूछने लग रहे थे. जैसे RTI हो, जितने अधिकार सरकार ने नागरिकों को दिया उसके तहत वो सवाल पूछने लगे थे कि तुरंत आके बोल दिया कि आप सवाल मत पूछो, हम आपको कुछ देंगे, आप चुपचाप रहिए, उसको रिसीव करिए. उसके अलावा अगर कुछ पूछेंगे, सरकार की आलोचना करेंगे तो उसको हम देश की आलोचना के तुलन कर लेंगे, और अगर सरकार से सवाल पूछेंगे तो आपको देशद्रोही माना जाएगा. ये बात से मैं बिल्कुल सहमत नहीं था. देखिए, जिनको लगता है कि सरकार सही काम कर रहे हैं वो उसकी पूर्ण सम्मति दे, वो देश प्रेमी हो सकता है. जिनको लगता है कि जो सरकार कर रहे हैं वो देश हित में नहीं है और गलत रास्ते पे लेके जा रहे, तो उसको सवाल पूछने वाले, क्योंकि वो बहुत सारे कॉस्ट पे, अपने पर्सनल कॉस्ट पे वो सवाल उठाते हैं, वो भी देश प्रेमी है. मैं एक ही तबके के लोगों को देशद्रोही मानता हूं जिनको पता है ये बात कि देश सही दिशा में नहीं जा रहे, पर अपनी फायदा के लिए या लालच या ग्रीड या सर्वाइवल के लिए ये निर्णय ले चुका है कि हाँ हम चुप रहेंगे क्योंकि चुप रहना ही इस वक्त बेहतर है. तो जो मैं उस तरीके का देशद्रोही नहीं बनना चाहता था. मुझे ये था कि मुझे जो अपनी बात रखना है,
सवाल उठाना है കോൺഗ്രസിൽ वापस हमें ചേർന്നതിനെ प्रजा नहीं കുറിച്ചുള്ള बनना है, हमें വിശദീകരണമാണ് ഇപ്പോൾ കണ്ണൻ ഗോപിനാഥൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൻ ഗോപിനാഥൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് മത്സരിക്കുമോ എന്നുള്ള കൗതുകമാണ്, രാഷ്ട്രീയ കൗതുകമാണ് ഇനി ബാക്കിയുള്ളത്.